ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. വിരാട് കോഹ്ലി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറഞ്ഞിരിക്കുന്നു. എപ്പിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ടെസ്റ്റ് കരിയറിനാണ് തിരശ്ശീല വീണിരിക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിത്തന്ന ടെസ്റ്റ് ക്യാപ്റ്റൻ, നയിച്ച ഒരൊറ്റ ഹോം സീരീസ് പോലും തോൽക്കാത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ, ICCയുടെ ടെസ്റ്റ് ടീം ഓഫ് ദി ഡീക്കേഡ് നായകൻ, ഓസ്ട്രേലിയയിൽ ആദ്യമായി പരമ്പര വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ തുടങ്ങി വിരാട് കോഹ്ലിയുടെ നേട്ടങ്ങൾ നമുക്ക് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനാവുന്നതല്ല. ലോകത്തിന്റെ ശ്രദ്ധ T20 ക്രിക്കറ്റിലേക്ക് പായുന്ന സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടി ഉറച്ചുനിന്ന, അതിനുവേണ്ടി ശബ്ദമുയർത്തിയ താരമായിരുന്നു വിരാട് കോഹ്ലി. ക്രിക്കറ്റിന്റെ അൾട്ടിമേറ്റ് ഫോർമാറ്റിനോട് തനിക്കുള്ള പാഷൻ പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് വിരാട്. ഒരു തലമുറയെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ആകർഷിക്കാൻ വിരാടിന് കഴിഞ്ഞു. വിരാട് ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്നപ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് കാണുന്നത് ത്രില്ലിംഗ് ആയ ഒരു ബോക്സ് ഓഫീസ് സ്റ്റഫ് കാണുന്നത് പോലെയായിരുന്നു. ആ എനർജി, ആ ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ് ടീമിലെ ഓരോരുത്തരിലേക്കും വ്യാപിപ്പിക്കാൻ വിരാടിന് കഴിഞ്ഞു. തീർത്തും റുത്ലെസ് ആയ, കൂട്ടത്തോടെ എതിരാളികളെ ആക്രമിക്കുന്ന ഒരു ഇന്ത്യൻ ടീമിനെയാണ് വിരാടിന് കീഴിൽ നമ്മൾ കണ്ടത്. 2014 2022 ഇടയിൽ 68 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച വിരാടിന് കീഴിൽ 40 മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചു. 58.82 വിജയ ശതമാനം. ഇന്ത്യൻ ടീമിനെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളിലേക്ക് നയിച്ച നായകനും വിരാട് കോഹ്ലി തന്നെ. ലോക ക്രിക്കറ്റിലെ തന്നെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 4ാം സ്ഥാനം വിരാടിനാണ്. ഗ്രെയിം സ്മിത്ത്, റിക്കി പോണ്ടിംഗ്, സ്റ്റീവോ മാത്രമാണ് വിജയ കണക്കുകളിൽ വിരാടിന് മുന്നിലുള്ളത്. വിരാട് കോഹ്ലിക്ക് കീഴിൽ 2016 ഒക്ടോബർ മുതൽ 2020 മാർച്ച് വരെ തുടർച്ചയായ 42 മാസക്കാലം ലോക ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് തുടരാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ബാറ്റിംഗിലേക്ക് വന്നാൽ 123 മത്സരങ്ങളിൽ നിന്ന് 46.85 ശരാശരിയിൽ 9230 റൺസ്, 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളും സ്കോർ ചെയ്തിട്ടുള്ള വിരാടിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പൂനെയിൽ പുറത്താവാതെ നേടിയ 254 റൺസാണ്. ഒരു ബാറ്ററെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ 46-ന് മുകളിൽ ഒരു ആവറേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീം കരിയറാണ്. എന്നാൽ വിരാട് തനിക്കായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്സ് കാരണമാണ് 46.85 എന്നത് വലിയൊരു ഹൈ ആയി നമുക്ക് തോന്നാത്തത്. കണക്കുകൾക്കപ്പുറം ഇനി ഫിറ്റ്നസിന്റെ കാര്യത്തിലായാലും ആ ഒരു വിന്നിംഗ് മെന്റാലിറ്റിയുടെ കാര്യത്തിലായാലും ഇന്ത്യൻ ടീമിന്റെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയെടുത്ത നായകനായിരുന്നു വിരാട് കോഹ്ലി. സ്വന്തം മണ്ണിലായാലും വിദേശത്തായാലും താൻ കളിക്കുന്നത് സമനിലകൾക്ക് വേണ്ടിയല്ല, ജയത്തിനു വേണ്ടി മാത്രമാണെന്ന ഒരു നായകന്റെ പ്രഖ്യാപനമാണ് 2014 അഡ്ലേഡിൽ നമ്മൾ കണ്ടത്. ഓസീസിനെതിരായ മത്സരത്തിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറിയുമായിട്ടാണ് വിരാട് കോഹ്ലി മുന്നിൽ നിന്ന് നയിച്ചത്. ഒരുപക്ഷെ വേറൊരു നായകനായിരുന്നെങ്കിൽ കുറച്ചുകൂടി സേഫായ സമനില എന്ന ഓപ്ഷന് പിറകിൽ പോയനെ. എന്നാൽ വിരാട് അങ്ങനെയായിരുന്നില്ല. അവസാന നിമിഷം വരെ ജയത്തിനായി പോരാടുക എന്നതായിരുന്നു വിരാടിന്റെ ഒരു മന്ത്ര. അന്ന് അഡ്ലേഡിൽ 363 എന്ന വിജയലക്ഷ്യം ചേസ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ 315-ന് ഓൾ ഔട്ടായി. വിരാടിന്റെ വിക്കറ്റിന് ശേഷം പിന്നീട് ആർക്കും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാഞ്ഞതാണ് അന്ന് പരാജയത്തിൽ കലാശിച്ചത്. അന്ന് മിഡിൽ ഓർഡറിൽ ആരെങ്കിലും കൂടി നല്ലൊരു ടെല്ലിംഗ് കോൺട്രിബ്യൂഷൻ നൽകിയിരുന്നെങ്കിൽ വിരാടിന്റെ ക്യാപ്റ്റൻസി കരിയറിന് ഒരു ഐതിഹാസിക തുടക്കം തന്നെ വന്നേനെ. അവിടെ നിന്നിങ്ങോട്ട് എണ്ണമറ്റ വിജയങ്ങൾ. വിരാട് എന്ന ക്യാപ്റ്റന്റെയും ബാറ്ററിന്റെയും മികവ് നമ്മൾ കണ്ട എത്രയെത്ര മത്സരങ്ങൾ. MS ധോണിക്ക് സ്പിൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു വിരാട് കോഹ്ലിക്ക് പേസ്. വിദേശത്ത് എതിരാളികളെ വെല്ലുവിളിക്കണമെങ്കിൽ അവരുടെ 20 വിക്കറ്റുകളും വീഴ്ത്താൻ കഴിയുന്ന ഒരു പേസ് യൂണിറ്റ് വേണമെന്ന കാര്യം വിരാടിന് അറിയാമായിരുന്നു. അത് ബിൽഡ് ചെയ്തെടുക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഇഷാന്ത് ശർമ്മ, ഉമേഷ് യാദവ് തുടങ്ങി ഏത് ഫാസ്റ്റ് ബൗളേഴ്സിന്റെ സ്റ്റാറ്റ് എടുത്താലും വിരാട് കോഹ്ലിയുടെ കീഴിലുള്ള അവരുടെ നമ്പേഴ്സ് മികച്ചതായി കാണാം. അത്രത്തോളം ഫാസ്റ്റ് ബൗളേഴ്സിനെ ബാക്ക് ചെയ്തൊരു ക്യാപ്റ്റനായിരുന്നു വിരാട് കോഹ്ലി. വിരാടിന്റെ ക്യാപ്റ്റൻസി കരിയറിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് 2021 ലോർഡ്സിൽ നടന്ന ആ മത്സരമായിരിക്കും. ഫോർ ദ നെക്സ്റ്റ് 60 overs ദേ ഷുഡ് ഫീൽ ഹെൽ ഔട്ട് ദെയർ. ഒരു ഇന്ത്യൻ ക്യാപ്റ്റനിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അഗ്രസീവായ, റുത്ലെസ് ആയ വാക്കുകൾ. ഇപ്പോൾ ഈ നിമിഷം ആലോചിക്കുമ്പോൾ പോലും രോമാഞ്ചം തരുന്ന മത്സരം. ആ ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ്, അത് തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയുടെ മുഖമുദ്ര. ഇന്ത്യയുമായി കളിക്കുമ്പോൾ യാതൊരു കാരണവശാലും വിരാട് കോഹ്ലിയുമായി കൊമ്പ് കോർക്കരുതെന്ന് എതിർ ടീം കോച്ചസ് തങ്ങളുടെ താരങ്ങളോട് പറഞ്ഞു. അത്തരത്തിലൊരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ കോഹ്ലി തന്റെ ബെസ്റ്റ് പുറത്തെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 2016 മുതൽ 2019 വരെയുള്ള ആ ഒരു 4 വർഷങ്ങൾ കോഹ്ലിയുടെ ക്രിക്കറ്റിലെ പീക്ക് ടൈം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ റെഡ് ബോൾ എടുത്താലും വൈറ്റ് ബോൾ എടുത്താലും നിരവധി മികച്ച പ്രകടനങ്ങൾ ഈ ഒരു കാലയളവിൽ വിരാടിന്റെ ബാറ്റിൽ നിന്ന് വന്നു. IPL-ൽ വിരാട് തന്റെ പീക്കിലെത്തിയത് 2016 സീസണിലായിരുന്നെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് വന്നത് 2018-ലായിരുന്നു. ലോക ക്രിക്കറ്റിലെ തന്നെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ബാറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ വർഷമായിരുന്നു 2018. ആ വർഷം തന്നെ തന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കാഴ്ചവെക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു. എന്നോട് വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് 2018-ൽ സെഞ്ചൂറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ 183 റൺസാണ്. പേസ് ബോളിങ്ങിനെ അകമഴിഞ്ഞ് പിന്തുണച്ച ആ ഒരു ഗ്രീൻ സർഫസിൽ റബാഡ, ഫിലാൻഡർ, മോർക്കൽ എന്നിവർ അടങ്ങിയ ബോളിംഗ് യൂണിറ്റിനെതിരെ കോഹ്ലിയുടെ ആ ഒരു ഇന്നിംഗ്സ് ഒരു ഓൾ ടൈം ക്ലാസിക് തന്നെയായിരുന്നു. ആ മത്സരത്തിലെ ഇന്ത്യയുടെ സെക്കൻഡ് ടോപ്പ് സ്കോർ 46 റൺസ് മാത്രമാണ് എന്ന് അറിയുമ്പോഴാണ് വിരാടിന്റെ ആ ഒരു ഇന്നിംഗ്സിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട മറ്റൊരു ഇന്നിംഗ്സ് ആണ് 2018-ൽ തന്നെ ബിർമിംഗ്ഹാമിൽ നേടിയ 149.
2014 നടന്ന ഇംഗ്ലണ്ട് ടൂറിലെ ആ ഒരു ഹൊറർ റണ്ണിന് ശേഷം ഇംഗ്ലണ്ടിൽ കളിക്കുന്ന ആദ്യ ടെസ്റ്റ്. എഡ്ജ് ബാസ്റ്റണിൽ ആ ഇന്നിംഗ്സിൽ വിരാട് കുറിച്ച 149 എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നിംഗ്സ് തന്നെയായിരുന്നു. ഇംഗ്ലണ്ടും തനിക്ക് കീഴടക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രഖ്യാപനം. ആ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ സെക്കൻഡ് ടോപ്പ് സ്കോറർ നേടിയത് 26 റൺസ് മാത്രമാണ്. 2014 ഇംഗ്ലണ്ട് സീരീസിൽ 5 മത്സരങ്ങളിൽ നിന്ന് 13.4 ശരാശരിയിൽ 134 റൺസ് നേടിയ സ്ഥാനത്ത് 2018 വിരാട് നേടിയത് 59.3 ശരാശരിയിൽ 593 റൺസ്. അങ്ങനെ എത്രയെത്ര സെഞ്ചുറികൾ, ഡബിൾ സെഞ്ചുറികൾ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓസ്ട്രേലിയൻ മണ്ണിൽ നേടിയ 7 സെഞ്ചുറികളും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കിയ സാൻഡ് പേപ്പർ ഗേറ്റിന് ശേഷം അവരുടെ കോച്ചായിട്ട് ജസിൻ ലാംഗർ ചുമതലയേറ്റു. അതിനുശേഷമുള്ള ഓസീസ് ടീമിന്റെ ആ ഒരു ജേണിയെ പറ്റി ദ ടെസ്റ്റ് എന്ന പേരിൽ പ്രൈമിൽ ഒരു ഡോക്യുമെന്ററി വന്നിരുന്നു. ഓസീസ് ടീമിന്റെ ആ ഒരു റീബിൽഡിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ബിൽഡപ്പ് കിട്ടിയ താരം വിരാട് കോഹ്ലി ആയിരുന്നു. ഓസീസ് ടീം എങ്ങനെയാണ് വിരാട് കോഹ്ലിയെ നോക്കിക്കണ്ടിരുന്നതെന്ന് ആ ഒരു ഡോക്യുമെന്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അൺമാച്ച്ഡ് ഓറ എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എപ്പിക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കരിയർ കൊണ്ട് തന്റെ കഴിവിൽ സംശയമുള്ളവരെ പോലും ആരാധകരാക്കി മാറ്റാൻ വിരാടിന് കഴിഞ്ഞു. സഞ്ജയ് മഞ്ജരേക്കറിന്റെ ആ വിവാദമായ ട്വീറ്റും പിന്നീട് വിരാട് വിരമിച്ച ശേഷം ഇന്നലെ സഞ്ജയ് ഇട്ട ട്വീറ്റും തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്പേഴ്സിനപ്പുറത്ത് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ അവശേഷിപ്പിക്കുന്ന ലെഗസി, അതിനോടടുത്തെത്താൻ ഇനി ഒരാളിനാവുമെന്ന് തോന്നുന്നില്ല. വിദേശത്തുള്ള വിജയങ്ങൾ ഒരു അച്ചീവ്മെന്റായി കണ്ടിരുന്ന കാലത്തു നിന്നും അതൊരു മിനിമം എക്സ്പെക്ടേഷൻ ആക്കി മാറ്റാൻ വിരാടിന് കഴിഞ്ഞു. നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ തന്റെ പ്രിയപ്പെട്ട ഫോർമാറ്റിൽ ഒരു വിടവാങ്ങൽ മത്സരം വിരാട് കോഹ്ലി അറിയിച്ചിരുന്നു. വിരാടിന്റെ വിരമിക്കലിന് ശേഷം പലരും പറഞ്ഞതുപോലെ നഷ്ടം വിരാട് കോഹ്ലിക്കല്ല, ടെസ്റ്റ് ക്രിക്കറ്റിനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റിലെ ഫേവറേറ്റ് വിരാട് മൊമെന്റ്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.